എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച അനുഭവങ്ങളും എന്നെ ഞാനാക്കിയ നിമിഷങ്ങളും ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന പ്രത്യാശയുടെയും പ്രചോദനത്തിൻ്റെയും ചെറിയൊരു സന്ദേശവും നൽകാൻ അവസരം നൽകിയ ദർശന സർവീസ് സൊസൈറ്റിയോട് ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുന്നു. അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്ന ഒരു മനസ്സും അമിതാവേശം കൊണ്ട് മുന്നിലേക്ക് വലിച്ചുകൊണ്ട് ഓടുന്ന മറ്റൊരു മനസ്സും മത്സരിക്കുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് യുക്തമായ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ടു പോകാൻ കരുത്തുള്ളവരാണ്, കഴിവുള്ളവരാണ് ജീവിതത്തിൽ വിജയം വരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന, എന്നാൽ അതേസമയം അരുതാത്തത് ചെയ്യാൻ കഴിയുന്ന, അതോടൊപ്പം തന്നെ എല്ലാ ആനന്ദങ്ങളെയും തകർത്തെറിയാൻ കഴിയുന്ന ഒരൊറ്റ ജീവിയേ ഉള്ളൂ. അത് നമ്മളാകുന്ന മനുഷ്യരാണ്. ഇനി എൻ്റെ സ്വന്തം ജീവിതത്തിലെ അനുഭവം പറയാം. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ പോളിയോ വന്നു. എനിക്ക് നടക്കാൻ സാധിക്കില്ല. നടക്കാൻ സാധിക്കാത്ത കാരണം സാധാരണ എല്ലാവരും പഠിക്കുന്ന സ്കൂളിൽ പോയി പഠിക്കാൻ എനിക്ക് സാധിക്കാത്തതുകൊണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ചാലക്കുടി ശാന്തിഭവൻ. അവിടെ ഞാൻ താമസിച്ച് പഠിക്കുകയും അവിടെ നിന്നു തന്നെ തയ്യൽ എന്ന കൈത്തൊഴിൽ കരസ്ഥമാക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ വീട്ടിൽ വന്ന് തയ്യൽ ജോലി തുടങ്ങി. അങ്ങനെയിരിക്കെയാണ് റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ടിപ്പറമ്പിൽ അച്ഛൻ്റെ ഗ്രൂപ്പിൽ ചേരുകയും അച്ഛൻ്റെയും മറ്റുള്ളവരുടെയും നിർദ്ദേശപ്രകാരം ഞാൻ വീൽചെയർ ബാസ്കറ്റ്ബോൾ പ്രാക്ടീസ് തുടങ്ങി. അച്ഛൻ്റെയും മറ്റുള്ളവരുടെയും പ്രോത്സാഹനം കൊണ്ടും എൻ്റെ ആത്മവിശ്വാസവും കൊണ്ടുമാണ് എനിക്ക് ഒരു നാഷണൽ പ്ലെയറാകാൻ സാധിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഈ അവസ്ഥയിൽ എനിക്ക് ഒന്നിനും സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു വേദിയായിരുന്നു വീൽചെയർ ബാസ്കറ്റ്ബോൾ. പല വേദികളിൽ നിന്നും എനിക്ക് സ്വീകരണം കിട്ടി. അങ്ങനെ 4 ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞിരുന്ന എനിക്ക് പുറം ലോകം കാണാൻ സാധിച്ചു. ഈ അവസ്ഥയിൽ എനിക്ക് ഇത്രത്തോളം എത്താൻ സാധിച്ചുവെങ്കിൽ ഇന്നത്തെ യുവതലമുറക്കാരോട് എനിക്ക് പറയുവാനുള്ളത്, ഓരോ മനുഷ്യനും അടിസ്ഥാനപരമായി അലസന്മാരും ഒഴിവു കഴിവുകൾ പറഞ്ഞ് മുന്നോട്ട് കുതിക്കുവാൻ വിമുഖത കാണിക്കുന്നവരുമാണ്. ആ നെഗറ്റീവായ മനസ്സിനെ അതിജീവിക്കാൻ കഴിയുമ്പോഴാണ് അയാൾ വിജയിക്കുന്നത്. മനസ്സ് എന്നത് ഒരു വല്ലാത്ത മായാജാലക്കാരനാണ്. അതിനെ വിശേഷണം ചെയ്യാനോ വരുതിയിലാക്കാനോ ഒരാൾക്കോ കഴിയില്ല. എന്നാൽ നമ്മളെ അടക്കി ഭരിക്കുവാൻ അതിനെ ഒരിക്കലും അനുവദിക്കരുത്. അതേസമയം നമ്മുടെ തീവ്രമായ ശ്രമം കൊണ്ട് അതിനെ അനുസരിപ്പിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം. നമ്മൾ പലപ്പോഴും പിന്നോട്ടടിക്കുന്നത് എന്താണെന്നറിയോ? ചുറ്റുപാടുകളിൽ നിന്നും വരുന്ന നെഗറ്റീവ്സാണ്. അതിന് ചെവി കൊടുക്കാതിരിക്കുക. ഒപ്പം ഉള്ളവർ പിന്തിരിപ്പിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ നടക്കുന്നത് സ്വന്തം കാലിലാണ് എന്ന് മനസ്സിലാക്കുക. ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളികൾ എന്നും പുതിയതായിരിക്കും. അതിനെ പരിഹരിക്കാൻ പുതിയ വഴികൾ തന്നെ നമുക്ക് വേണ്ടിവരും. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പരമാവധി നമ്മൾ ആഗ്രഹിക്കുക. അതിനെ മനസ്സിലങ്ങ് ഉറപ്പിക്കുക. അത് നടപ്പിലാക്കുവാനായി കഠിനാധ്വാനം ചെയ്യുക. സംശുദ്ധമായ വഴികളിലൂടെ മാത്രം യാത്ര ചെയ്യുക. നെഗറ്റീവായ ചിന്തകളെ ആട്ടിപ്പായിപ്പിക്കുക. സ്വപ്നം സഫലമായിരിക്കും. കഠിനാധ്വാനത്തിലൂടെ നേടാൻ കഴിയാത്തതായി ഈ ലോകത്ത് ഒന്നുമില്ല. ആദ്യം തന്നെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം, വിശ്വസിക്കണം. എന്നാലേ നമുക്ക് ആത്മവിശ്വാസം കിട്ടുകയുള്ളൂ. നടക്കാൻ സാധിക്കാതെ 4 ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞിരുന്ന എനിക്കും ഉണ്ടായിരുന്നു ഈ ആത്മവിശ്വാസം ഇല്ലായ്മ. സ്വയം ഒരു ഇഷ്ടക്കുറവ്, ഒരു വിശ്വാസം ഇല്ലായ്മ, ഇതൊക്കെ എനിക്കും ഉണ്ടായിരുന്നു.
ഒരാളുടെ മുഖത്തു നോക്കി സംസാരിക്കാൻ പോലും ആകാത്ത ഞാൻ ഇന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് സ്വയം ഇഷ്ടപ്പെടാൻ തുടങ്ങിയതുകൊണ്ട് മാത്രമാണ്. എൻ്റെ അനുഭവങ്ങളിലൂടെ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നതും. നമ്മളെ രക്ഷിക്കുവാൻ നമുക്ക് മാത്രമേ കഴിയുകയുള്ളൂ. നമ്മളെ നശിപ്പിക്കുവാനും നമുക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തെടുത്ത് ആത്മവിശ്വാസത്തോടെ മുന്നേറുക. ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ച് യാത്ര തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ. സന്തോഷം നിറഞ്ഞ നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.